നമസ്കാരം. പലർക്കുമുള്ള ഒരു വിഷമവും സംശയവും ഇപ്പൊ ഞാൻ എന്റെ മെസ്സേജിലൂടെയൊക്കെ പറയുന്നുണ്ട്. ഒരു 95 അല്ലെങ്കിൽ 90% ഈ ആത്മീയ ഗുരുക്കന്മാരായി അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിനായിട്ടൊക്കെ ഇരിക്കുന്ന ഈ മതത്തിൽ ഉള്ള ചില പുരോഹിത വർഗങ്ങൾ അല്ലെങ്കിൽ ഗുരുക്കന്മാരായിട്ട് എല്ലാ മതത്തിലും ഉള്ള ഒരു 90% വ്യാജരാണ്. ഇത് ഞാൻ എന്റെ പല മെസ്സേജിലൂടെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇവരെയൊക്കെ ഈ സത്യയുഗം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ദൈവം തന്നെ ശിക്ഷിച്ചും ചിലരെ നശിപ്പിച്ചും പഠിപ്പിച്ചും ഒക്കെ കൊണ്ടുവന്നിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ പലരും എന്നോട് വിളിച്ച് വിഷമം പറയുന്നത്, ഇങ്ങനെയുള്ള ദുഷ്ടരെല്ലാം ദൈവം ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ നമ്മളെപ്പോലെയുള്ള പാവങ്ങളുടെ ആയിരങ്ങളും ലക്ഷങ്ങളും കോടികൾ പോയ കണക്കായിട്ട് ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ ലക്ഷങ്ങൾ ഓരോ പ്രശ്ന പരിഹാരത്തിനായിട്ട് പൂജ എന്നൊക്കെ പറഞ്ഞ് ഈ വാട്സപ്പിലൂടെ ലൈവ് ആയിട്ടാണ് ഇപ്പോഴത്തെ ചില പൂജകളൊക്കെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിലൂടെയൊക്കെ ലൈവ് കാണിച്ചുകൊണ്ട് ചില പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിഷമിച്ചൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഉത്തരവായിട്ട് ചില മെസ്സേജിലൂടെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. എങ്കിലും കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇപ്പം ഇങ്ങനെയുള്ള സംശയങ്ങൾ പറയുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. ഈ പ്രശ്നം ഇതേപോലെ ഞാൻ ഒരു 15-16 വർഷം മുമ്പ് എന്നോട് ദൈവം ധ്യാനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമിച്ച് ഈ വിധ കള്ളന്മാരെ കുറിച്ച് ഞാൻ ദൈവത്തോട് കരഞ്ഞും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ യവന്മാരെയൊക്കെ എന്തിനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു, ഇവരെയൊക്കെ അങ്ങ് നശിപ്പിച്ചുകൂടെ, ഇങ്ങനെ പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും പെട്ടെന്നൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ ആത്മീയമായിട്ടുള്ള ദൈവത്തിന്റെ നീതി ന്യായം ഞാൻ എന്റെ കഴിഞ്ഞ മെസ്സേജിലൊക്കെ പറഞ്ഞതുപോലെ ദൈവം എന്ത് കണ്ടുകൊണ്ടാണ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മറ്റതിർ ശക്തികളിലൂടെ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീയ വളർച്ച അനുസരിച്ചാണ് പ്രകൃതി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ല അവരുടെ പ്രവൃത്തി കണ്ടിട്ടല്ല. ആത്മീയ വളർച്ച വന്ന ഒരു വ്യക്തി തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അത്രയും സ്ട്രിക്റ്റ് ആയിരിക്കും. അത്രയും വളർച്ചയില്ലാത്ത ഒരു ശിശുവായിട്ട് നിൽക്കുന്ന ഒരു മതപുരോഹിതനോ, ശിശുക്കളെന്ന് ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും മതത്തിൽ അടിമപ്പെട്ട് ഈ മതത്തിലാണ് ഇതാണ് യഥാർത്ഥം എന്നും പറഞ്ഞ് അതിൽ തന്നെ അടിയുറച്ച് മറ്റു മതങ്ങളെ ഒന്നും അംഗീകരിക്കാതെ ഉറച്ചു നിൽക്കുന്ന വലിയ വലിയ പുരോഹിതന്മാരുണ്ട്. അവരൊക്കെ ദൈവത്തിന്റെ കണ്ണിൽ ശിശുക്കളാണ്. അതേസമയം ചില മതത്തിൽ ഉറച്ചു നിൽക്കുകയും മറ്റെല്ലാ മതക്കാരെയും ഒരേപോലെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും സൃഷ്ടാവ ദൈവത്തെ തിരിച്ചറിയുകയും ചെയ്യുന്ന മതപുരോഹിതരുണ്ട്. അവർ കുറച്ച് ആത്മവളർച്ച നേടിയവരാണ്. അപ്പൊ ആത്മവളർച്ച ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. എന്നാൽ യാതൊരു ആത്മീയബന്ധവും ഇല്ലാതെ തനി കച്ചവടമായിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ പേരിൽ എങ്ങനെ 4 കാശുണ്ടാക്കാം, എങ്ങനെ മനുഷ്യരെ പറ്റിച്ച് നമുക്ക് ജീവിക്കാം, നമുക്ക് സുഖിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ദൈവ നിഷേധികളാണ് ശരിക്കും പറഞ്ഞവര്. അവർക്ക് യാതൊരു ഭക്തിയൊന്നുമില്ല. നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭക്തിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുമ്പോഴേ ഉള്ളൂ. ഇല്ലാത്ത സമയത്ത് എന്ത് തോന്നിയാസവും അവർ കാണിക്കും. പക്ഷെ അവരുടെ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആളാണെന്ന് കാണിക്കാനായിട്ട് കുറെ പടങ്ങളും കുറെ ചന്ദനത്തിരികളും മണവും നല്ല ആലങ്കാരിക സാധനങ്ങളും കുറെ ആഭരണങ്ങളും ഒക്കെ ഇട്ട് നമ്മളെ ഷോ കാണിച്ച് പറ്റിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് യാതൊരു ദൈവഭയോ ദൈവഭക്തിയോ കാണില്ല. ഇതെല്ലാം ഉള്ളതായിട്ട് ഇവർ നമ്മളെ മുമ്പിൽ ഷോ കാണിക്കും. അങ്ങനെയുള്ള വ്യക്തികളൊന്നും ദൈവം പഠിപ്പിച്ച് നന്നാക്കാനൊന്നും പോകുന്നില്ല. അവരെ കടുത്ത ശിക്ഷ ഭൂമിയിൽ വെച്ച് തന്നെ നൽകി അവരെ നരകം എന്ന ഡയമെൻഷൻ, ഞാൻ പറഞ്ഞല്ലോ സ്വപ്നം പോലെ ഒരു ഡയമെൻഷൻസ് നമ്മൾ ആത്മയാത്ര ചെയ്യും മരണശേഷം. അതേപോലെ എന്നും അലറി വിളിച്ച് കരഞ്ഞു വിളിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു സ്വപ്നം അവർ കണ്ട് അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അവരെ നന്നാക്കി എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി ദൈവത്തെ വിറ്റ് കാശാക്കുന്നവരാണ്. അപ്പൊ അവർക്ക് അങ്ങനത്തെ ശക്തമായ ശിക്ഷാവിധികൾ വരും. അത് ഈ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട്, അതും വരും. എന്നാൽ അങ്ങനെയുള്ള ആൾക്കാർ, ആചാര്യന്മാർ അല്ലെങ്കിൽ പ്രശ്ന പരിഹാരികളൊക്കെ എല്ലാ മതത്തിലുണ്ട്. ഇപ്പൊ പെന്തക്കോസിലൊക്കെ ആണെങ്കിലും ശരിക്കും ബൈബിള് കാണാതെ പഠിച്ച് ആരെ കിട്ടിയാലും പ്രാർത്ഥിച്ച് എന്തൊക്കെയോ വള കാണാതെ പഠിച്ച സാധനങ്ങൾ പറഞ്ഞും കൊണ്ട് കാശ് വാങ്ങിച്ച് ജീവിക്കുന്നവരുണ്ട്. ചിലര് ഇത് വഴി നല്ല സമ്പന്നതയിലെത്തിയവരുണ്ട്. ഈ ദൈവിക കാര്യങ്ങളിലൂടെ കച്ചവടമാക്കി നല്ല കാശുണ്ടാക്കിയവരുണ്ട്. അവർക്കൊക്കെയാണ് കടുത്ത ശിക്ഷയും കാര്യങ്ങളും വരുന്നത്. എന്നാൽ ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു നിവൃത്തിയില്ലാതെ തുച്ഛമായ പൈസയ്ക്ക് യാതൊരു ആത്മീയ വളർച്ചയില്ലാതെ ദൈവത്തിന്റെ പേരിൽ കച്ചവടം നടത്തുന്ന സാധാ ആൾക്കാരുണ്ട്. വലിയ പണക്കാരൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 വീലറൊക്കെ കഷ്ടിച്ചവർ കാണുള്ളൂ. കയറി കിടക്കാൻ ഒരു വീട് പോലും കാണില്ല. അവർ ചെയ്യുന്നതും ഇതേ തെറ്റാണ്. യാതൊരു ഭക്തിയോ ഒന്നും ഇല്ലാതെ ഇത് കൊള്ളാം, ഈ ബിസിനസ് കൊള്ളാം എന്നും പറഞ്ഞ് വൻകിട ബിസിനസ്സുകാരെ അല്ലെ വൻകിട കൊള്ളക്കാരെ കണ്ട് ആകർഷിതമായി ചെറിയ
നടത്തുന്ന ദൈവവേലക്കാരുണ്ട്. എല്ലാ മതത്തിലും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കുറെ ഭസ്മമൊക്കെ വാരിയിട്ട് അല്ലെങ്കിൽ ഒരു ബൈബിളൊക്കെ കഷത്ത് വെച്ചും കൊണ്ട് വെള്ളയൊക്കെ ഇട്ട് മീശയൊന്നുമില്ലാതെ ഞാൻ ദൈവത്തിന്റെ ആളാണെന്ന് കാണിച്ചും കൊണ്ട് തുച്ഛമായ പൈസയ്ക്ക് ജീവിക്കുന്ന ശിശുക്കൾ അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടേ ദൈവം അവരെ ന്യായം വിധിച്ചവർക്കുള്ള കർമ്മഫലം കൊടുക്കുകയുള്ളൂ. ഒരുപാട് നേടിയവൻ അത്രയും അനുഭവിക്കേണ്ടി വരും. അവനും അവന്റെ തലമുറ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വേല അത്രയും കാണിക്കുന്നത്? അവര് മക്കൾക്കും ഒക്കെ തലമുറയോളം സുഖിക്കാൻ വേണ്ടി ആർത്തി പിടിച്ചുണ്ടാക്കുന്നവൻ അത്രയും അനുഭവിക്കേണ്ടി വരും. അവന്റെ മക്കൾ ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ നിരാശപ്പെടേണ്ട. ഒരുപാട് കഷ്ടം ഈ അച്ഛൻ വഴി സ്വന്തം മക്കൾ അനുഭവിക്കുമ്പോൾ ദൈവം ഏതെങ്കിലും വഴിയിലൂടെ അവരുടെയൊക്കെ മക്കൾക്ക് ന്യായം, നീതി, ധർമ്മം ആരിലെങ്കിലും കൂടെ അവർക്ക് ഞാൻ ഈ മെസ്സേജ് കൊടുക്കുന്നത് പോലെ അറിയിപ്പ് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ അച്ഛൻ ചെയ്ത ഫലമായിട്ട് കഷ്ടം അനുഭവിക്കുന്ന മക്കൾ തിരിച്ചറിവ് വരുമ്പോൾ ദൈവം അവരെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. പക്ഷെ പാരമ്പര്യ ശാപം എന്തായാലും അനുഭവിക്കും. പക്ഷെ അനുഭവിക്കുമ്പോൾ ദൈവം തന്നെ രക്ഷിക്കാനുള്ള വഴിയായിട്ട് യഥാർത്ഥ ഗുരുക്കന്മാരെ അയക്കുകയും അവരെ മുമ്പിൽ എത്തിക്കുകയും അവരെ അതിലൂടെ രക്ഷിച്ചെടുക്കുകയും ചെയ്യും. ദൈവത്തോട് ആത്മാർത്ഥതയോടെ നിലവിളിക്കുന്നവരെ ദൈവം അങ്ങനെ രക്ഷിക്കും. അങ്ങനെയൊക്കെ ഈ കൂട്ടർക്ക് സംഭവിക്കും. അപ്പോൾ ചില വ്യക്തികൾ അറിവില്ലാതെ ഭക്തി മൂത്ത് നടക്കും. പക്ഷെ ഈ അധികം അറിവ്, ജ്ഞാനം ഒന്നും ദൈവത്തിന് ലഭിക്കാതെ ഏതാണ്ട് ലഭിച്ചു വന്നതാണ്. പക്ഷെ അതിനപ്പുറത്തോട് കഴിയാതെ വളർന്നു വരാൻ പറ്റുന്നതിന് മുന്നമേ ചില അസുര ശക്തികൾ അല്ലെങ്കിൽ പൈശാചി ശക്തികൾ വ്യാജത്താൽ ഇവരുടെ മനസ്സിനെ മാറ്റി, ഇവർ പോലും അറിയാതെ മാറ്റി തെറ്റിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന അനേകരുണ്ട്. അങ്ങനെയുള്ള ആത്മീയ ഗുരുക്കന്മാരാണ് ശരിക്കും ഒരു നല്ലൊരു 70% അത്തരക്കാരാണ് നമ്മുടെ ആത്മീയ ആചാര്യന്മാരായിട്ടുള്ളത്. ഇവരൊക്കെ യഥാർത്ഥ ഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവരുടെ ജീവിത രീതിയിലും അവരുടെ യാത്രയിൽ, ആത്മീയ യാത്രയിൽ എപ്പോഴൊക്കെയോ എന്തൊക്കെയോ അബദ്ധങ്ങൾ പറ്റിയതിലൂടെ ചില പൈശാചിക അസുര ശക്തികൾ ഇവരെ മനസ്സിൽ കുടിയേറി അവരെ പതുക്കെ വഴിതെറ്റിച്ച് പ്രലോഭിപ്പിച്ച് ഇവർ ഈ സത്യം തിരിച്ചറിയുന്നില്ല. അവർക്ക് അവരുടെ വിചാരം ഈ തരുന്നതെല്ലാം ദൈവം തരുന്നതാണ്, ദൈവമാണ് ആൾക്കാരെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പണം തരുന്നതും അവരെ പറ്റിച്ച് പൈസ വാങ്ങിക്കുന്നതൊക്കെ ദൈവം എനിക്ക് തന്ന ഒരു വരമാണ്, അല്ലെങ്കിൽ എനിക്ക് മഹാലക്ഷ്മി കനിഞ്ഞിട്ടാണ് ഇതൊക്കെ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ശുദ്ധ മനസ്സോടുകൂടി ഇവർ ചെയ്യുന്ന മണ്ടത്തരങ്ങളും തെറ്റുകളുടെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ഈ രീതിയിൽ കച്ചവടം ചെയ്ത് ആത്മീയ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ ദൈവം കടുത്ത ചില ശിക്ഷ അല്ലെങ്കിൽ തീയിലൂടെ, ഞാൻ കഴിഞ്ഞ മെസ്സേജിലൊക്കെ പറയുന്നത് പോലെ തീയിലൂടെ സ്വർണത്തെ കയറ്റി തനി തങ്കമാക്കുന്നത് പോലെ ഇവരെയൊക്കെ ചില കഷ്ടത്തിലൂടെ, കാര്യം ഇവർ കാണിക്കുന്നതിന്റെ കർമ്മത്തിന്റെ ഫലം അളന്നങ്ങോട്ട് കൊടുത്തു വരുമ്പോൾ ഇവർക്ക് എന്നെ ബോധം വരും, എവിടെയൊക്കെയോ തെറ്റിപ്പോണെന്ന് മനസ്സിലാവും. അപ്പോൾ ഏതെങ്കിലും വഴിയിലൂടെ ചില മെസ്സേജുകളോ ആരെങ്കിലും കൂടെയൊക്കെ കൊടുത്തിട്ട് ഇവരെ നേർവഴിക്ക് എത്തിക്കും. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് അതിലോട്ട് എത്തും. കാരണം സുഖിച്ചിങ്ങനെ പോകുന്നത് കൊണ്ടാണ്. ഈ സുഖം കൊടുക്കുന്നത് ഈ ഇവരിലുള്ള തിന്മയുടെ ശക്തികളാണ്, അസുര ശക്തികളാണ്. ഇവരെ ദൈവം സൃഷ്ടാവാ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇവരെ തെറ്റിലേക്ക് കൊണ്ടുപോയി പണവും സുഖമൊക്കെ കൊടുക്കുന്നത് ഈ അസുര ശക്തികളാണ്. പക്ഷെ ഇവർക്ക് തിരിച്ചറിവ് വരില്ല. അപ്പൊ അത്തരം ശക്തികളെല്ലാം ദൈവം ഈ കാലഘട്ടത്ത് പൂട്ടുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് കാരണം ഇവരുടെ വഴി അടയുകയും ഇവർക്ക് അപ്പോഴപ്പോഴുള്ള സുഖങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന എല്ലാം തീർന്ന് പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഇവരുടെ കണ്ണ് താനെ തുറക്കും, ഇവർക്ക് ബോധം വരും, ഇവർ നേരാവണ്ണം ജീവിച്ച് ദൈവത്തോട് ക്ഷമയൊക്കെ പറഞ്ഞ് എത്തേണ്ട രീതിയിൽ എത്തിക്കൊള്ളും. അങ്ങനെ ഒരു 70% പേര് ഈ ഒരു ലെവലിൽ ദൈവം നന്നാക്കിയെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10% ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തനി അസുരന്മാരാണ് അവര് ദൈവത്തെ വിറ്റ് കാശാക്കി യാതൊരു ഭയോ ഭക്തി ഒന്നും ദൈവത്തോട് കാണൂല. പക്ഷെ പുറമെ കംപ്ലീറ്റ് ഷോ കാണിച്ച് അഭിനയിച്ച് പാവം സാധു ജനങ്ങളെയൊക്കെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം ഇങ്ങനെ 2-3 വിഭാഗങ്ങളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വരുന്ന ന്യായവും ശിക്ഷയും വിധിയും അല്ലെങ്കിൽ പഠിപ്പീരും കർമ്മഫലവും ഒക്കെ അവരവരുടെ മനസ്സിന്റെ ആ ലെവൽ അനുസരിച്ച് എത്രത്തോളം സത്യം അവർക്ക് അറിയാം, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ്, ഇതൊക്കെ നോക്കിയേ വരുള്ളൂ. ഇനി ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ പല കാര്യം വശത്ത് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ വിഷമം മാറി, നിങ്ങൾക്ക് ഞാൻ വിഷമങ്ങൾ മാറാനാണ് ഈ പറഞ്ഞിരുന്നത്. ഇവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലേ നമ്മളെപ്പോലെയുള്ള വ്യക്തികൾക്ക് ശരിയും തെറ്റും പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറയുന്നു ഇങ്ങനെ കുറെ കള്ളന്മാരുണ്ട്, 90% കൂടുതലും കള്ളന്മാർ ആത്മീയ കച്ചവടം ചെയ്യുന്നവരാണ്. അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അറിവില്ലായ്മ കൊണ്ട് അസുര ശക്തികൾ തെറ്റിച്ച് ഇതിനെ പതുക്കെ കച്ചവടത്തിലോട്ടങ്ങ് എത്തിച്ച്, പക്ഷെ ഇതൊക്കെ ദൈവം തരുന്നതാണ് എന്ന് വിചാരിച്ചും കൊണ്ട് വഴുതി വീഴുന്ന ഒരുപാട് പേരുണ്ട്. അതും കച്ചവടം തന്നെയാണ്. എന്നാൽ ഇതൊക്കെ കണ്ടും കൊണ്ട് ഈ ദൈവിക കച്ചവടം നല്ലൊരു കച്ചവടമാണല്ലോ എന്നും പറഞ്ഞ് യാതൊരു ദൈവഭയം ഇല്ലാതെ നടത്തുന്ന കുറെ ആൾക്കാർ അങ്ങനെയുണ്ട്. എന്നാൽ ആത്മാർത്ഥമായി നിന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറെ ആത്മീയ ഗുരുക്കന്മാരും ഉണ്ട്. എന്നാൽ
ഏതെങ്കിലും ആ മതത്തിലോ ഒക്കെ അടിയുറച്ച് വിശ്വസിച്ചും കൊണ്ട് എല്ലാം ഒന്നാണ്, ഒന്നിൽ നിന്നാണ് എന്നൊക്കെ മനസ്സിലാക്കി എല്ലാവരെയും അംഗീകരിച്ച് കൊണ്ട് നിൽക്കുന്ന ആത്മീയ ഗുരുക്കന്മാർ. ഇങ്ങനെ പല ടൈപ്പ് ഗുരുക്കന്മാരുണ്ട്. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാനാണ് ദൈവം ഇവരെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സാധാ ജനം അല്ലെങ്കിൽ ഭക്തർ ഈ അനുഭവങ്ങളിലൂടെയല്ലേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഞാൻ എന്റെ മെസ്സേജിൽ പറഞ്ഞല്ലോ, നമ്മൾ അനുഭവത്തിലൂടെ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഇങ്ങനെ കുറെ പേരുണ്ട്, ഷോ കാണിക്കുന്നവരുണ്ട്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, മിണ്ടാതെ നമുക്ക് തിരിച്ചറിയാൻ പാടാണ്. ഈ 3-4 വിഭാഗങ്ങൾ ഉള്ളതിൽ ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഒരു ആത്മവളർച്ച ഇല്ലാത്ത ഒരാൾക്ക് ഇത് നമ്മുടെ അകക്കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ആത്മീയ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ആത്മാവിന്റെ മനസ്സുകൊണ്ട് മാത്രമേ ഇത് ശരി തെറ്റ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ആത്മീയം വളരണം, നമ്മൾ ആത്മാവ് പവർഫുൾ ആവണം, എങ്കിലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം ഒരേപോലെ ഇരിക്കും. കുറച്ച് വ്യത്യാസത്തിലൂടെ നമുക്ക് ചെറുതായിട്ട് പിടികിട്ടുന്നേ ഉള്ളൂ. എങ്കിലും ഏതാണ്ട് ഇതിൽ ശരിയത് തെറ്റത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. ദൈവം തന്നെ നമുക്ക് പറഞ്ഞു തരണം ഇന്നാര് ശരിയല്ല എന്ന്. ദൈവം തന്നെ നമ്മുടെ ഉള്ളിലൂടെ ആത്മാവിലൂടെ പറഞ്ഞു തരാതെ ഇവരെ ആരെയും നമുക്ക് വിലയിരുത്താൻ പറ്റൂല. നമുക്ക് നേരത്തെ കൂട്ടി പറയാനും പറ്റില്ല ആരാണ്. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നിപ്പം തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരാഴ്ചക്കകത്ത് ഒരു കടുത്ത പരീക്ഷണത്തിലൂടെ അവൻ ക്ഷമയൊക്കെ പറഞ്ഞ് നല്ലവനായിരിക്കും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച ദുഷ്ടനായിരുന്നവൻ അല്ലെങ്കിൽ കള്ളനായിട്ടിരുന്നവൻ, ഒരു കച്ചവടമായിട്ടിരുന്നവൻ ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നേരായ മാർഗത്തിലായിരിക്കും അതേപോലെ ഇരിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് ഒരുത്തിന് മനമാറ്റം സംഭവിച്ചതെന്നല്ല, എപ്പോഴാണ് ഒരുത്തിന് ശിക്ഷ കിട്ടി അവൻ നേരെ പഠിച്ചത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് നമ്മൾ മിണ്ടാതെ വീട്ടിൽ ഇരുന്ന് ഇതെല്ലാം നമുക്ക് ചുറ്റും ഉണ്ട്, ഇതിന്റെ ഒന്നും പുറകെ പോകാതെ നമുക്ക് തന്നെ പറ്റും. നമ്മുടെ ആത്മാവിനെ വളർത്തിയെടുത്താൽ മതി. ആ ആത്മാവിലൂടെ സൃഷ്ടാവ ദൈവത്തിൽ നിന്നും നേരിട്ട് തന്നെ മറ്റദൃശ്യ ശക്തികളിലൂടെ നമ്മുടെ സഹായങ്ങൾ നടക്കും. ഇടനിലക്കാരായ ഇത്തരക്കാരെ സമീപിക്കേണ്ട ആവശ്യം ഇനി വരുന്നില്ല എന്ന രീതിയിൽ ഞാൻ പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റും? ഇതങ്ങനെ ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റൂല. ശ്രമിച്ചൊക്കെ നോക്കും, എന്നാൽ പഴയതങ്ങോട്ട് വിടാത്തത് കാരണം അങ്ങോട്ട് ഇത് ജസ്റ്റ് ശ്രമിച്ചു നോക്കും. മനുഷ്യന്റെ മനസ്സ് സ്വതന്ത്രമായതുകൊണ്ട് പുതിയ പുതിയ അറിവ് കിട്ടുമ്പോൾ ഒന്ന് നോക്കും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഈ പറയുന്ന ആ ലെവലിലേക്ക് നിങ്ങൾ വന്നാലേ ഞാൻ ഈ പറയുന്ന റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് വരാനും പറ്റൂല. കാര്യം അറ്റാച്ച്മെന്റ് ഉണ്ട്, പണത്തോടുള്ള ഇതുണ്ട്, ചില കുരുക്കുകളിൽ പെട്ട് കിടപ്പുണ്ട്, എങ്ങനെ സാമ്പത്തികത്തിൽ. അപ്പൊ നമുക്ക് വിചാരിക്കുന്നത് പോലെ പ്രകൃതിയുടെ വ്യവസ്ഥയൊന്നും പെട്ടെന്ന് കൊണ്ട് പാലിക്കാനും പറ്റൂല. പാലിക്കാതെ ഞാൻ ഈ പറയുന്ന റിസൾട്ടും കിട്ടൂല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇടനിലക്കാരെ അന്വേഷിച്ച് പോയിരിക്കും. ഏതെങ്കിലും വഴിയിലൂടെ ആരെങ്കിലിലൂടെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ, എനർജി, നമ്മളെ നെഗറ്റീവ് എനർജി മാറ്റിത്തരൽ, പിന്നെ അല്ലെങ്കിൽ മറ്റേ ഓരോ ചികിത്സ ഇറക്കി, എങ്ങനെയൊക്കെ പറഞ്ഞ് പല പരിപാടികൾ നമുക്ക് ചുറ്റുണ്ടല്ലോ, പല തരം ധ്യാനം. അപ്പൊ നമ്മള് ഈ സ്വന്തമായ പ്രകൃതിയുടെ വ്യവസ്ഥ പാലിച്ച് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലൊക്കെ ഇതിലൊക്കെ നമ്മൾ ഈ ഇടനിലക്കാരെ ആശ്രയിച്ച് പോയിരിക്കും. അപ്പൊ അങ്ങനെ പോകുന്നതിനെക്കാട്ടിലും നല്ലൊരു മാർഗമാണ് ഞാൻ ഈ പറയുന്നതെന്ന് നിങ്ങൾ അനുഭവത്തിലൂടെ അല്ല നിങ്ങൾ തിരിച്ചറിയില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പോയി നോക്കണം. നിങ്ങൾ അങ്ങനെ പോകും, അത് പോകുന്ന ദൈവത്തിനും അറിയാം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആൾക്കാർ വേണ്ടേ? ഇപ്പൊ വ്യാജരും നല്ലവരും വ്യാജരും മുഴുവ്യാജരും പകുതി വ്യാജരും ഒക്കെ നമ്മളെ ചുറ്റും ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ ഇവരുടെ അടുത്തൊക്കെ പോയി ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയുള്ളൂ. ഇനി അതൊരു വശം. രണ്ടാമത് നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ച അനുസരിച്ചാണ് ഈ ഇടനിലക്കാരിലൂടെയൊക്കെ ഫലം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല ആത്മവളർച്ച വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇടനിലക്കാരിലൂടെ നിങ്ങൾക്ക് ഫലം വരില്ല. കാരണം നിങ്ങളെക്കാട്ടിലെ ആത്മവളർച്ച ഇല്ലാത്തവരായിരിക്കും ഈ മതപുരോഹിതരുടെ പ്രശ്ന പരിഹാരികളായിട്ട് നമ്മൾ അവരുടെയൊക്കെ ഇരിക്കുന്നത്. അവരെക്കാട്ടിലെ ആത്മവളർച്ച നിങ്ങൾക്ക് കാണാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ഫലവും വരൂല എന്ന് ഞാൻ മെസ്സേജിലൂടെ പറയുന്നു. ഇതെങ്ങനെ തിരിച്ചറിയും? പോയി നോക്കിയാലല്ലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പോയി നോക്കും, നിങ്ങൾ പോയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇത് അന്വേഷിച്ചിറങ്ങുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ആണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്തായാലും പോകും, ശ്രമിച്ചു നോക്കും. അപ്പൊ ഇവരില്ലാതെ നിങ്ങൾ എങ്ങനെ ശ്രമിച്ചു നോക്കും? അപ്പൊ ദൈവം അവരവിടെ വെച്ചേക്കും. ഇവരെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇത്തരം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പിന്നെ എങ്ങനെ പഠിക്കും? ഇത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ജംഗ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ഒക്കെ ഉണ്ട്. ഇത് പണ്ട് മുതലേ ഉണ്ട്. എന്നാൽ ഇവിടുത്തെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ പല രീതിയിലും മനുഷ്യരായിട്ട് ബുദ്ധിമുട്ടിക്കുന്നവരാണെന്ന് വെച്ചോ. അപ്പൊ ഈ ഒരു മുതലാളി, വൻകിട മുതലാളി ആത്മാർത്ഥമായി യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള വില കുറച്ച സത്യസന്ധമായ രീതിയിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ലെവലിൽ നല്ല സൗകര്യമുള്ള ബസ്സുകൾ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ആ ബസ്സുകൾ ഒരു ബസ് ഇറങ്ങി, 2 ബസ് ഇറങ്ങി, 3 ബസ് ഇറങ്ങി, അങ്ങനെ ആ ബസ്സുകൾ ഇറങ്ങുന്നതനുസരിച്ച് മറ്റേ ബസ്സുകൾ നിർത്താൻ പറ്റുള്ളൂ, മറ്റേ ബസ്സുകളെ നിർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ സൃഷ്ടാവാൻ ദൈവത്തിന് ഇതൊക്കെ നിർത്തിക്കണമെന്നുണ്ട്. പക്ഷെ ഈ ബസ്സുകൾ നിർത്തിയാൽ
പകരം ഓടാനായി നല്ല ബസ്സുകൾ വേണ്ടേ? ഇപ്പൊ സത്യസന്ധമായ രീതിയിലും ആത്മാർത്ഥമായ രീതിയിലും ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ എത്രത്തോളം വരുന്നു അത്രത്തോളമേ മറ്റത് നിർത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ മനുഷ്യർക്ക് ഇപ്പം നല്ല ബസ്സുകൾ അല്ലെങ്കിൽ സത്യസന്ധമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല സുഖകരമായുള്ള ബസ്സുകൾ നല്ല രീതിയിൽ വരാതെ ഒന്ന് തുടങ്ങിയതുപോലുമില്ല. അപ്പോഴേക്കും ഈ ബസ്സുകളെല്ലാം കൂടെ ഒറ്റയടിക്ക് നിർത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ സഞ്ചരിക്കും? അപ്പൊ ജനം ഭ്രാന്തായി പോകൂലേ? അവരുടെ എല്ലാ കാൽക്കുലേഷനും തെറ്റൂലേ? അപ്പൊ ഇതേപോലെ ആത്മീയത്തിലും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവർ എത്രത്തോളം വരുന്നു അതനുസരിച്ച് ഈ നെഗറ്റീവ് അല്ലെ തിന്മയുള്ളവരെ ദൈവം നശിപ്പിക്കുകയും പഠിപ്പിക്കേണ്ടവരെ ശിക്ഷ കൊടുത്ത് പഠിപ്പിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള മറ്റ് പരിപാടികൾ ചെയ്യണമെങ്കിൽ മറുഭാഗത്ത് ജനങ്ങളെ നയിക്കാൻ സത്യസന്ധരായ ചിലർ പൊങ്ങി വരണം. ഇതാണ് ദൈവം എനിക്ക് തന്ന മറുപടി. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെ വരും, അത് എപ്പോ വരും? ദൈവം പറഞ്ഞു, നീ തുടങ്ങിക്കൂ. നീ കാര്യം അറിഞ്ഞല്ലോ, നീ തന്നെ സ്റ്റാർട്ട് ചെയ്തോ. ബാക്കിയുള്ളവരൊക്കെ പല ഭാഗത്തും ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവരെയൊക്കെ ദൈവം ഇതേപോലെ ഇറക്കും. അപ്പൊ അങ്ങനെ അവർ വരുന്നതനുസരിച്ച് നേരത്തെ ഉള്ളത് പതുക്കെ പതുക്കെ നിർത്തുള്ളൂ. ഇല്ലെങ്കിൽ ജനത്തെ നയിക്കാൻ ആളില്ലാതായി പോകും. അവരുമില്ല ഇവരുമില്ലാതായി പോകും. ഇതാണ് ഒരു കാര്യം. പക്ഷെ ഇവരെന്ന് ദൈവം വെറുതെ വിട്ടിട്ടില്ല. ഇത് ഒരു വശത്ത് ഇതാണ്. മറുവശത്ത് ഇങ്ങനെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ സ്വന്തമായി അല്ലെങ്കിൽ തന്നെത്താൻ ഇങ്ങനെ ഒരു പ്രക്രിയ ആത്മീയമായി ഉയർന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ ദൈവം അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരൻ, നമ്മുടെ ഉള്ളിലൂടെ തന്നെയാണ് ഇതെല്ലാം എന്നൊക്കെ തിരിച്ചറിവ് പലയിടത്തും ഉണ്ട്. പക്ഷെ ഇത് വിശ്വസിക്കാതെ ഇടനിലക്കാർ വഴി പെട്ടെന്ന് കാര്യം സാധിക്കുമോ? കിട്ടണമെങ്കിൽ നടക്കട്ടെ, കുറച്ച് പണം അങ്ങോട്ട് മുടക്കിയാലും നമ്മുടെ പ്രശ്നം അയാൾ മാറ്റി തരുമെങ്കിൽ മാറ്റി തരട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ. മെയിനായിട്ടും സാമ്പത്തികമാണ് വിഷയം. സാമ്പത്തികം ഉള്ള ഒരാൾ ഒരിക്കലും ഞാൻ ഈ പറയുന്ന മാർഗത്തിലൂടെ ശ്രമിച്ചു കയറി വരൂല. കാരണം എത്രത്തോളം കാശ് മുടക്കി വേറെ എളുപ്പവഴി, വളഞ്ഞ വഴിയിൽ എളുപ്പ പരിപാടിയിലൂടെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇവരൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഇവരൊക്കെ അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ ഒരു വഴി ഇല്ല, നിങ്ങളുടെ കാര്യങ്ങൾ ഇനി അങ്ങനെ അല്ല, കാലഘട്ടം മാറി വരുന്നു, ഇങ്ങനെയുള്ള ആൾക്കാരിലൂടെയും ഇനി പ്രവൃത്തി ഇല്ല എന്ന ആ സിദ്ധാന്തങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ ഇവർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പലയിടത്തും പോയി നോക്കി ആ വഴി മുട്ടിയാലേ ഇവർ വിശ്വസിക്കുകയുള്ളൂ. ശരി തന്നെ, ഇനി നമ്മൾ തന്നെ നമ്മുടെ ആത്മാവിനെ വളർത്തി നോക്കാം എന്ന ലെവലിൽ അവരൊരു തീരുമാനിക്കണമെങ്കിൽ ഇത്ര ആൾക്കാരുടെ അടുത്തെല്ലാം ഇവർ പോകണം. ഇവരെയുള്ള കാശെല്ലാം നഷ്ടപ്പെടണം. പല പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ കൂടി വരണത് അവർക്ക് തന്നെ മനസ്സിലാകണം. ഇതിലെന്തെങ്കിലും കാര്യമില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടണം. അപ്പൊ അതിനു വേണ്ടി ഇവരെയൊക്കെ ഇങ്ങനെ വെച്ചേക്കും. ഇവർ വേണം. ഇവരുണ്ടെങ്കിലേ നന്മ തിന്മയും രണ്ടും ഉണ്ടെങ്കിലല്ലേ നന്മയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ തിന്മ എപ്പോഴും വേണം. പക്ഷെ നന്മ കയറി വരുന്നതനുസരിച്ച് ആ ദേശത്തുള്ള തിന്മയെ നശിപ്പിച്ച് അല്ലെ ശിക്ഷിച്ച് ദൈവം അത് തുടങ്ങും. പഠിപ്പിക്കേണ്ടവരെ പഠിപ്പിച്ചൊക്കെ വരും. അല്ലാതെ ഇവരെയൊക്കെ ദൈവം ഒന്നും ചെയ്യാൻ പറ്റാതെ പോസിറ്റീവ് ശക്തികൾക്ക് എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചാണ്, ഇവരെയൊക്കെ ശിക്ഷിക്കാൻ അല്ലെ ഇവരുടെ ഈ നെഗറ്റീവ് ശക്തികളൊക്കെ ഒതുക്കാനുള്ള ശക്തി എന്നും ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികൾക്ക് ഇല്ലേ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ചെയ്യാത്തതാണ്. ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുമില്ല ഇതുമില്ലാതെ ജനങ്ങൾ ഇനി എങ്ങോട്ട് പോകണം എന്ന് ആലോചിച്ച് ഭ്രാന്തായി പോകും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആവുക. എന്നിട്ട് നിങ്ങൾ തന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് സത്യസന്ധമായും ആത്മാർത്ഥമായും ഞാൻ ഈ പറയുന്നത് പോലെ ഓരോരുത്തർക്കും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങും, നിങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളുടെ പ്രവർത്തിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ആ ദേശത്ത് ശക്തമായി ഉയർന്നു വന്നാൽ ആ ദേശത്തുള്ള കള്ളന്മാരെ പോസിറ്റീവ് ശക്തികൾ നശിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തുകൊള്ളും. പക്ഷെ ആളില്ല, ഇതുമില്ല അതുമില്ലാത്തൊരവസ്ഥ ദൈവം കൊണ്ടുവരൂല. ഇവരെയൊക്കെ തൽക്കാലം വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇവരിലൂടെയൊക്കെ ദൈവം നന്മ തിന്മയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കണം. സമയമാകുമ്പോൾ ഇതെല്ലാം തെറ്റെല്ലാം തിന്മയെല്ലാം നശിപ്പിച്ചിരിക്കും. ഇപ്പൊ തന്നെ ശബരിമലയാണെങ്കിലും മറ്റുള്ള ഗുരുവായൂർ, അപ്പൊ ഇവിടെയൊക്കെ ഭയങ്കര ഭക്തിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്റെ ഈ മെസ്സേജൊക്കെ കേൾക്കുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റും. അവിടെയൊക്കെ പോകും തോറും നിങ്ങൾക്ക് യാതൊരു ഫലവും വരാതെ വന്നാലേ നിങ്ങൾക്ക് ഈ സത്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. ശരി തന്നെ, ആ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു, പോയിട്ടൊന്നും ഒരു പ്രയോജനമില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പോയി നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ആത്മവളർച്ച ഒട്ടും ഇല്ലാത്തവർക്ക് അവിടെ ഉള്ള ആ ചെറിയ പോസിറ്റീവ് ശക്തിയുടെ സഹായം മതി. ഒട്ടും ഇല്ലാത്തവർക്കും അതിന്റെ ഫലം വരും. പക്ഷെ ആത്മവളർച്ച നേടിയവർ അവിടെ പോയിട്ട് യാതൊരു ഫലവും വരില്ല. കാരണം ആ അമ്പലത്തിലെ ചൈതന്യത്തെക്കാട്ടിലും പോസിറ്റീവ് ചൈതന്യം നിങ്ങളിൽ കാണും. അമ്പലമൊക്കെ അത്രയും യുവമാരുടെ തിന്മയുടെ ശക്തിയുടെ കൈകളിലായിപ്പോയാണ് അത്രയും നെഗറ്റീവ് ആയിപ്പോയത്. നമ്മൾ നോക്കുമ്പോൾ വലിയ കെട്ടിടം, വലിയ ബിൽഡിങ്, വലിയ വിഗ്രഹം, ഭയങ്കര ഏരിയ, പഴയ ബിൽഡിങ്, പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ പോകുമെങ്കിലും അവിടെ ഇരുന്ന ചൈതന്യം നിങ്ങളത്ര പോലും പവർ കാണൂല.
അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു ഫലം വരില്ല. പക്ഷെ ഒട്ടും ചൈതന്യം ഇല്ലാത്തൊരു വ്യക്തിക്ക് അവിടെ പോകുമ്പോൾ അവിടുത്തെ കുറച്ച് പോസിറ്റീവ് തന്നെ അവർക്കൊരു ആശ്വാസം കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ മെസ്സേജിലൊക്കെ പറഞ്ഞല്ലോ, ശിശുക്കൾക്ക് ദൈവം കൃപയാൽ അല്ലെങ്കിൽ ഔദാര്യം എന്നോണം വളർന്നു വരുന്നത് വരെ ഫ്രീ ആയിട്ട് അവരെ പരിപാലിക്കും. ആ പരിപാലനം അവിടെയുള്ള അവർക്ക് കിട്ടും. അപ്പം എന്റെ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ ശിശുവാണോ, ആത്മവളർച്ച കുറച്ച് വന്നതാണോ, നല്ല വളർച്ച വന്നതാണോ, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ആരാധനാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള മത പുരോഹിതന്മാരുടെ അടുത്തോ പ്രശ്ന പരിഹാരടുത്തൊക്കെ പോയി ശ്രമിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് സത്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനീ പറയുന്ന വെച്ചും കൊണ്ട് ഒട്ടും ആത്മവളർച്ച ഇല്ലാത്തൊരു വ്യക്തി സൃഷ്ടാവാ ദൈവം പറഞ്ഞ് വീട്ടിൽ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഉള്ള ഒന്നും കിട്ടൂല. ശരിക്കും നിങ്ങൾക്ക് ഒട്ടും ആത്മവളർച്ച വരാത്തത് കാരണം ഞാനീ പറയുന്ന അറിവ് വെച്ചും കൊണ്ട് സൃഷ്ടാവ ദൈവത്തെ മനസ്സിലായി എന്നും പറഞ്ഞ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവഴിയും ഒന്നും കിട്ടൂല. സൃഷ്ടാവ ദൈവത്തോട് അടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ബാക്കി സകലമാന വ്യവസ്ഥകളുണ്ട്. അതെല്ലാം ഉപേക്ഷിക്കുകയും പറയേണ്ടടുത്ത് ശക്തമായി പറയുകയും പ്രവർത്തിക്കേണ്ടടുത്ത് നീതിന്യായം പ്രവർത്തിച്ച് അവിടെ ഞാൻ പറഞ്ഞ തല പോയാലും വേണ്ടൂല, ഞാൻ ധർമ്മമേ ചെയ്യൂ എന്ന വിൽ പവർ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടാവൻ ദൈവമായിട്ട് ആ മെയിൻ ഹൈ ലെവലിലേക്ക് നമുക്ക് കയറി വരാൻ പറ്റുള്ളൂ. അല്ലാത്ത ശിശുക്കൾക്ക് ഇപ്പോഴും എപ്പോഴും ഇങ്ങനെയുള്ള ആരാധന സ്ഥലങ്ങളിലൂടെയൊക്കെ ദൈവം അവിടുത്തെ നെഗറ്റീവ് എത്ര ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വളർച്ചയില്ലാത്ത മനസ്സ് നോക്കി ദൈവം അതുവഴി ഉള്ള പോസിറ്റീവിലൂടെ നിങ്ങൾക്ക് രക്ഷ തന്നിരിക്കും. പക്ഷെ ഇത് എങ്ങനെ അറിയണം? ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളടുത്ത് പോയി നോക്കിയേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. മനുഷ്യരങ്ങനെയാണ്, സ്വതന്ത്രരാണ്. എന്ത് കാര്യം കണ്ടാലും കേട്ടാലും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ശ്രമിച്ചു നോക്കാം എന്ന മനസ്സ് മനുഷ്യർക്കുണ്ട്, എല്ലാവർക്കും അതുണ്ട്. അതുകൊണ്ട് ഞാനീ ഇതൊക്കെ പറഞ്ഞു തന്നാൽ പോലും ശരിയാണെന്ന് മനസ്സിലായാൽ പോലും ഒരു ചായ്വ് അല്ലെങ്കിൽ ഒരു പിടി ഇങ്ങനെയൊക്കെ ഉള്ളതിൽ കാണും. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കാനായിട്ട് തൽക്കാലം ഇവരെയൊക്കെ വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.